നമ്മുടെ ചോറ് വെച്ചുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം റെഡി ആയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചോറ് കൊണ്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കറി ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് എടുത്തപ്പോൾ എല്ലാവരും ഓർക്കും ഇനി ഫ്രൈഡ് റൈസ് ആണോ എന്താണെന്നല്ലേ. ഒന്നുമല്ല, നമുക്ക് ചോറ് കൊണ്ട് തന്നെ ഒരു കറി ഉണ്ടാക്കാനായിട്ടാണ് ഞാനിവിടെ ഇതിനകത്ത് കുറച്ച് ബെൽ പെപ്പേഴ്സാണ്. അത് ചെറിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതില്ലെങ്കിൽ ഇതുപോലത്തെ 2-3 കളറാണ്. ഇതില്ലെങ്കിൽ വലിയ ബെൽ പെപ്പർ, അത് വളരെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി മല്ലിയില. ഞാൻ മല്ലിയിലയ്ക്ക് പകരം ഇവിടെ പാഴ്സലിയാണ് ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇത് ചാട്ട് മസാലയാണ്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സവാള പൊടിയായിട്ടിരിഞ്ഞത്, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി. നിങ്ങൾക്ക് മല്ലിയില ഇടാം, ഞാൻ ഇവിടെ മല്ലിയില ഇടാത്തത് അതത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഇട്ടു. നമുക്കതിനകത്തേക്ക് ഇപ്പം മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ചാട്ട് മസാല അത്ര ഇട്ട് കൊടുത്ത്, പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഇത് ബേസനാണ്, കടലപ്പൊടി. അപ്പോൾ കടലപ്പൊടി ഞാൻ നോക്കിയപ്പോൾ തീർന്നു പോയപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ കടല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിച്ചെടുത്തതാണ്. അതാണ് ഇതിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടലപ്പൊടി തന്നെ വേണമെങ്കിൽ അത് ഇടാം. ഇത് കോൺ സ്റ്റാർച്ച് ഇതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെള്ളം, ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഞാൻ എടുത്തു വെച്ചില്ല, അതാണ് വെള്ളം എടുക്കാൻ ഓടിയത്. വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ, കാരണം നമ്മളൊന്ന് കുഴച്ച് നോക്കിയിട്ട് പാകത്തിന് നമുക്ക് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് കൈ കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ കൈ കഴുകട്ടെ. അപ്പോൾ നമ്മളിതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. നമുക്ക് കൈയൊന്ന് ഒട്ടിപ്പിടിക്കണം തോന്നിയാൽ ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാമല്ലോ, ഇച്ചിരി ഒരു വെള്ളമയോ എന്തെങ്കിലും ഒന്ന് കയ്യിലിരുന്നാൽ മതി. അപ്പം ഇങ്ങനെ അങ്ങ് മുഴുവൻ ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തു. ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടുണ്ടെന്ന് ഇടയ്ക്കൊന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി. വെള്ളത്തിൽ മുക്കി അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു അപ്പച്ചമ്പത് ആവി കയറി വന്നിട്ടുണ്ടായ തട്ടയിൽ അല്പം എണ്ണ തൂത്തതാണ്. അപ്പോൾ അതിലേക്ക് ഇത് പറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് ഒരു 10-15 മിനിറ്റ് വരെ ഇതിലൊന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ റൈസ് ബൗളൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം കൂടെ ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 ഇപ്രകാരം പറയുന്നു: യേശുതമ്പുരാൻ്റെ പുറകെ കൂടിയ ഒരു വലിയൊരു പുരുഷാരവും കൂടെ ഉണ്ടായിരുന്നു. ആ കൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരോട് പല ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ ധനികനായ ഒരു മനുഷ്യൻ്റെ കാര്യം കർത്താവ് പറയുകയാണ്. അവന് ഒരുപാട് സമ്പത്ത് ഉണ്ട്. അത് അവൻ്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, വലിയൊരു കളപ്പുര ഉണ്ടാക്കി അതിനകത്ത് കൂടുതൽ എല്ലാം സ്വരുക്കൂട്ടി വയ്ക്കാം. അപ്പോൾ എനിക്ക് തിന്നു കുടിച്ച് ആനന്ദിച്ച് ജീവിതം മുഴുവൻ ഇങ്ങനെ കഴിയാമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തെ ചിന്ത കർത്താവ് അറിഞ്ഞിട്ട് കർത്താവ് അവനോടായിട്ട് പറയുകയാണ്: മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും.
പിന്നെ നീ ഒരുക്കി വെച്ചത് ആരനുഭവിക്കുമെന്ന്. ഇത് ഇന്ന് ധനത്തിന് വേണ്ടിയിട്ട് ഓടുന്ന ഓരോ മക്കളോടുമായിട്ടാണ് ചോദിക്കുന്നത്. ഇന്ന് ആത്മീയ ദൈവികപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ സമ്പന്നരായില്ല എങ്കിൽ ആ നിത്യമരണമാണ്. നമുക്ക് നരകത്തിലേക്ക് പോകും. നമ്മുടെ ജീവൻ എപ്പോൾ കടന്നു പോകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ലോകത്തിൻ്റെ ധനമെല്ലാം ഈ കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നു. ഇന്ന് ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷാനിർണയം പ്രാപിക്കുകയും ആത്മാവിൻ്റെ നിത്യ ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കട്ടെ. ഇപ്പം ഇത് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക അടുപ്പിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ തണുത്തു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രം ചൂടായതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് ഈ ഒരു സെസമി ഓയിൽ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി അതിലേക്ക് ഒരല്പം ജീരകം, അതോടൊപ്പം ഇത്തിരി വെളുത്തുള്ളി, ഇപ്പോൾ ഒന്ന് മൂത്തു. അതിലേക്ക് ഞാൻ അല്പം ചതച്ച മുളകാണ് ഇട്ടിരിക്കുന്നത്. എരിവൊക്കെ അവരവരുടെ ഭാഗത്തിന് ഇട്ടുകൊള്ളുക. ഞാൻ തീ കുറച്ച് വെച്ചേക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത്തിരി മാഗിയുടെ ഇത് സ്വീറ്റ് ആൻഡ് സോറാണ്, പൊട്ടൻസീറ്റ്, അത് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരല്പം ചാട്ട് മസാല അത് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇത് വെച്ചിരിക്കുന്ന സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോളുകൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരല്പം സോയ സോസ് അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി എടുത്ത് അതിനകത്തേക്ക് ഇപ്പം മല്ലിയില എടുത്തു പോവാം. അതോടൊപ്പം അല്പം വെളുത്ത എള്ള്, അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് കൊണ്ട് തന്നെയുള്ളൊരു കറി റെഡി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.